ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ നിശ്ചയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്? അത് വ്യാജപരമായിട്ട് കെട്ടിച്ചമച്ച് മനഃപൂർവ്വം ഈ സ്ഥാപനത്തെയും എന്നെയും ആക്ഷേപിക്കാനായിട്ട്. വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവര് അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷാകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ജൂൺ 1 പ്രവേശനോത്സവം. എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ശാസ്താംകോട്ട ഈപ്പൻ മെമ്മോറിയൽ സ്കൂളിൽ നടന്നിട്ടുള്ള തന്തയില്ലായ്മ എന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നെ അവരെ ടീച്ചർ എന്ന് വിളിക്കാൻ യോഗ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ റീസൺ ടീച്ചറല്ല. കാരണം മുസ്ലിം പിള്ളേർ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ ആ കടിയുടെ അസുഖത്തിന്റെ പേര് വേറെ. അപ്പൊ ചിലർക്കെങ്കിലും കുറച്ച് കാര്യങ്ങളൊന്നും നേരെ മനസ്സിലാവുന്നില്ലായിരിക്കും. ഞാൻ വിശദമാക്കി തരാം. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ മെയിൻ സ്ട്രീം മീഡിയകളിലൊക്കെ ഇത് നല്ലോണം ചർച്ച ആയ ഒരു വിഷയമാണ്. പക്ഷെ ഞാനിത് 2 ദിവസമായിട്ട് വാച്ച് ചെയ്യായിരുന്നു, എന്താണ് സംഭവം എന്ന് ക്ലിയർ ആയിട്ട് നോക്കണമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. അതായത് സംഭവം വേറെ ഒന്നുമില്ല. മുസ്ലിം പിള്ളേർ നിസ്കരിക്കാൻ പോകുന്നതും വെള്ള തൊപ്പി വെക്കുന്നതും വെള്ള ഡ്രസ്സ് ഇടുന്നതും എന്തിന് മുസ്ലിം പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യാ ഈ ഒരു സെറ്റപ്പുള്ള ഒരു കഴുപ്പണം കെട്ട ടീച്ചർ. യവക്ക് അവിടെ മുസ്ലിം പിള്ളേർ വന്നാലും പഠിച്ചാലും ഒന്നും താല്പര്യമില്ല. മുസ്ലിം പിള്ളേരെ അടുപ്പിക്കാനേ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ ഈപ്പൻ മെമ്മോറിയൽ സ്കൂളിൽ നടക്കുന്ന തന്തയില്ലായ്മയാണ് നമ്മളിന്ന് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ സ്കൂളുകൾ വേണം, പക്ഷേ സ്കൂളുകളിലെ ഇത്തരം വിഷം നിറഞ്ഞ വർഗീയവാദം നിറഞ്ഞ ഈ വിഷം തുപ്പുന്ന സാധനങ്ങൾ പാടില്ല. മതവും ജാതിയും പറഞ്ഞ് ഇവിടെ തമ്മിലടിക്കുന്ന ഇമാതിരി ചറ്റ മൈൻഡുള്ള ഊളകളെ ഇവിടെ പാടില്ല. അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. വർഗീയവാദം എന്ന് പറയുന്നത് വെറും കഴുപ്പണം കെട്ട കുറെ ടീംസിന്റെ ഒരു സാധനമാണ്. ഈ പറയുന്ന സസികളെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വർഗീയ വിഷം തുപ്പുന്ന സാധനങ്ങൾ. ഇതുപോലെ വർഗീയ വിഷം തുപ്പി ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിക്കുന്ന കുറെ ചെറ്റകളുണ്ട്. അത്തരം ആൾക്കാർ ഇവിടെ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റുക തന്നെ വേണം. സ്കൂളില് മുസ്ലിം പിള്ളേർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചൊറിയും, അവർ നിസ്കരിക്കുന്ന പറ്റൂല. എല്ലാ സ്കൂളുകളിലും ഉണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ മുസ്ലിം പിള്ളേർ ഉച്ചയ്ക്ക് അവർ പോയിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ നോമ്പ് നോക്കാറുണ്ട്. നമുക്കൊക്കെ മുസ്ലിം ഫ്രണ്ട്സ്, ഹിന്ദു ഫ്രണ്ട്സ്, ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നില്ലേ. നമുക്ക് ജാതി മതമൊന്നും ഇല്ല. നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയല്ല. പക്ഷെ കുറെ എണ്ണത്തിന് ഈ ജാതി മതം എന്ന് പറയുന്ന സാധനം അകത്ത് കയറി ഇരിപ്പുണ്ട്. ഈ വിഷം നിറഞ്ഞ ടീച്ചറിനെയൊക്കെ പോലുള്ള സാധനം. ടീച്ചറല്ലേ ഇവളെ പോലുള്ള കുറെ സാധനങ്ങൾ. സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്തായാലും നാട്ടുകാർ കയറി ഇതിലങ്ങോട്ട് വെടിപ്പായിട്ടൊന്ന് ഇടപെട്ടിട്ടുണ്ട്. നാട്ടുകാർ ഇടപെട്ട് അവിടെ വിഷയമാക്കി പോലീസ് വന്ന് വൻ വിഷയമായ ആ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ടീച്ചറിന്റെ പ്രതികരണവും നിങ്ങൾക്ക് കാണാം. എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട CM VD സതീശൻ സാറ് ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. അതുപോലെ തന്നെ ഇത്തരം വർഗീയ വിഷം തുപ്പുന്ന സാധനങ്ങളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുക. ഇവളുമാര് പിള്ളേരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പിള്ളേർ ഒരിക്കലും നന്നാവത്തില്ല. നമ്മൾ ഈ വർഗീയവാദം തുപ്പാനോ അല്ലെങ്കിൽ ജാതി മതം പറഞ്ഞ് വേർതിരിഞ്ഞ് മറ്റേ പണ്ട് അയിത്തം കാണിച്ചതുപോലെ ഇരിക്കാനോ ഒന്നും അല്ല നമ്മൾ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ 2 അക്ഷരം പഠിച്ച് വിദ്യാഭ്യാസത്തിനോടൊപ്പം കുറച്ച് വിവേകവും ബുദ്ധിയും കൂടിയൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി അറിവ് നേടാനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. അല്ലാണ്ട് ഇവളുമാരെ പോലെ വർഗീയ വിഷം തുപ്പി പരസ്പരം ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിക്കുന്ന തന്തയില്ലാത്ത പരിപാടിക്കല്ല സ്കൂളിൽ പോകുന്നത്. ഓക്കെ, എന്തായാലും ഇവളെ പോലെ ഉള്ളവന്മാരെ ഓട്ടിച്ചിട്ടെറിയണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു കേസിൽ ഇടപെട്ട് ഇവളെ ഡിസ്മിസ് ചെയ്യുക, സസ്പെൻഷൻ അല്ല ഡിസ്മിസ് ചെയ്യുക. കാരണം ഇവൾ ഇനി സ്കൂളിൽ കയറിയാലും ഇവൾ ഒരു കുട്ടിക്ക് കൂടി അവള് വിദ്യ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവള് കയറി കഴിഞ്ഞാൽ ഇവൾ വർഗീയ വിഷമേ തുപ്പത്തുള്ളൂ. കാരണം അത് അവളുടെ രക്തത്തിൽ അരിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ ചെയ്താലും അവൾ വീണ്ടും വർഗീയവാദമേ തുപ്പത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ സാധനങ്ങളെ ഇനി സ്കൂളിൽ നിന്നും പിരിച്ചു വിടുകയാണ് വേണ്ടത്. അതുപോലെ വീട്ടിൽ ട്യൂഷൻ പോലും എടുക്കാനുള്ള റൈറ്റ്സ് ഇവളുമാർക്ക് കിട്ടരുത്. കാരണം ഇത്തരം വർഗീയ വിഷം തുപ്പുന്നവളുമാര് ജീവിതകാലം മൊത്തം ഈ വിഷകലയെ പോലെയൊക്കെ ഇരുന്ന് തുപ്പുന്നത് പോലെ തുപ്പിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പുറത്താക്കുക. അതിൽ കുറഞ്ഞ് വേറെ ഒരു പരിപാടിയില്ല. എന്തായാലും ടീച്ചറിന് നാട്ടുകാരങ്ങ് പെരുമാറിയിരുന്ന എനിക്ക് കുറച്ചുകൂടി സന്തോഷമായിരുന്നു. ടീച്ചറല്ല അവളെ. ഓക്കെ, എന്തായാലും വീഡിയോ ആണ്. സാറേ ഇവരെ വിടത്തില്ല, അതുള്ളൂ. ഇവരെ വിടത്തില്ല. വേറൊരു കാര്യം, ഇവരെ വിടത്തില്ല. ഇവരെ ഈ റൂമിനകത്തിരിക്കും.
നിങ്ങള് ചെയ്യാൻ നമുക്ക് കിട്ടിയ പരാതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ പരാതിയിൽ കാര്യമുള്ളത് ഇതില് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഞാൻ കാര്യങ്ങൾ പറയാം. ഇവിടെ ഏത് കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന പോലീസല്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ നിന്ന് ടീച്ചറെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതോ ടീച്ചറെ പിരിച്ചുവിടേണ്ടതോ പോലീസല്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പറഞ്ഞിട്ടില്ല, അത് പറയുന്നത് ഞാനാണോ? ഒരു പരാതി കേട്ട് അന്വേഷിക്കാൻ വരുന്നത് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ്. അത് പറയാ, പിന്നെ എന്തോ റീസൺ നിങ്ങൾ അവരുടെ അഡ്മിഷൻ എടുക്കുക. റീസൺ പറയാനല്ലേ പറയുന്നത്, മലയാളത്തിലല്ലേ ചോദിക്കുന്നേ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 28, 29, 30 പോട്ടെ, ആ കഴിഞ്ഞ ഈ അധ്യയന വർഷം തുടങ്ങുന്ന തലേന്ന് ദിവസം വരെ ഇവിടെ വന്ന ടീച്ചർ എന്ത് ചെയ്തു? പുഴുങ്ങി തിന്നോ? ടീച്ചർ എന്താ ചെയ്തേ? ആ അത്രയും കുട്ടികളെ എന്തുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ല? അതിന്റെ റീസൺ ഒന്ന് പറയാനാ ടീച്ചറോട് മണിക്കൂറുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ടീച്ചറിന്റെ എതിരെ മൊഴി കൊടുത്തു പറഞ്ഞ് ഒരു സഹപ്രവർത്തകയല്ലേ കടിച്ചത്. കടിച്ചില്ലെങ്കിൽ ആ ടീച്ചർ പറയട്ടെ. ടീച്ചർ ഇങ്ങോട്ടെ വായിക്കാത്തോട്ട് കൈ കൊണ്ട് വെച്ച് കടിച്ചത് എന്ത്? ടീച്ചർ ഓക്കെ, ഈ 35 പിള്ളേർ നിങ്ങളുടെ വായിക്കാത്ത കൈ കൊണ്ട് വെച്ചോ. ഈ 35 പിള്ളേര് നിങ്ങൾക്ക് ഇതിപ്പോ വാങ്ങുന്നല്ലോ. 35 പിള്ളേര് 35 പിന്നെ നിങ്ങൾ അങ്ങനെ വെളിയിലിറങ്ങി ഇതൊന്ന് പറ. ഈ ടീച്ചറെ ഒരു ടീച്ചറെ ഇത് പറ, ഒരു സമുദായത്തിൽപ്പെട്ട ഒരു 35 പിള്ളേര് ഇവിടെ പഠിക്കാൻ വന്നു പറ. ടീച്ചർക്ക് എന്താ പ്രശ്നം? ടീച്ചറാണോ അവർക്ക് ചെലവ് കൊടുക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ടീച്ചർ അഡ്മിഷൻ കൊടുക്കാത്ത റീസൺ ഒന്ന് വ്യക്തമായിട്ട് പറ. അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. റീസൺ എന്താ? നിങ്ങൾ നിയമപരമായിട്ടാ ചെയ്തത് എന്താണ് ചെയ്തത് ഞങ്ങൾ കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെയും കൂടെ പൈസ തന്നിട്ടാ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് ശമ്പളമായിട്ട് തരുന്നത്. അതിന് അറിയാനുള്ള ഒരു മൗലികമായ അവകാശം ഞങ്ങൾക്കുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. അതെന്ത് നിങ്ങൾ തെറ്റിയിട്ടില്ല, നിങ്ങൾ ചെയ്ത എന്തോ ഒന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല. ടീച്ചറാണ് ഇവിടെ പറയുന്നത്. ഇത്രയും 35 പിള്ളേരെ ടി സി ഉണ്ട്. ഇന്നലെ നിങ്ങൾ 2 പിള്ളേരെ എന്തിനാ റിമൂവ് ചെയ്തേ? വിത്തൌട്ട് അവര് റിക്വസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ടി സി അവർക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് അവരെ റിമൂവ് ചെയ്ത്? ഇന്നൊരു പയ്യനെ റിമൂവ് ചെയ്തത് നിങ്ങൾ ഇവിടെ സിസ്റ്റം ഉണ്ടല്ലോ. ഞങ്ങളെ കാണിച്ചതാ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. ആ പേരൻസിനെ നിങ്ങൾക്ക് കാണണോ? ആ പേരൻസിനെ കാണണോ? നിങ്ങൾക്കെതിരെ മൊഴി പറയാൻ 35 പേരൻസ് ഇവിടെ വരും. കാണണോ? അതുകൊണ്ടാ പറഞ്ഞത് എന്ത് റീസൺ? നിങ്ങൾ ഒരു സ്ത്രീയാണ് എന്നെ ഉപദ്രവിച്ച ഏതാണ്ട് നിങ്ങൾ അകത്ത് പോകുന്ന ഒരു കുഴപ്പമില്ല. തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. ടീച്ചർ കൃത്യമായ റീസൺ ഇന്ന കാരണത്താലാണ് ഞാൻ ഇന്നലെ ഇവിടെ അഡ്മിഷൻ കൊടുക്കാഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രശ്നം ഞങ്ങൾ ടീച്ചർ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഒരാളോട് ചോദിക്കേണ്ട. ഉച്ചഭക്ഷണം പോലും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. ഇവിടുത്തെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നത്? ഇവിടുത്തെ ഉച്ചഭക്ഷണം പോലും കറക്റ്റ് ചെയ്യാത്ത ഒരു അസംബ്ലി പോലും ഇല്ലാത്ത സ്കൂളായത്. ഒരു അസംബ്ലി പോലും നടക്കുന്നില്ല. ഞാനൊരു സ്കൂൾ ഉണ്ടതാണ്. ഒരു സ്കൂളില് ഒരു അസംബ്ലി നിങ്ങൾക്ക് ശമ്പളം കിട്ടും. നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടും എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് നിങ്ങളുടെ. നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ മറുപടി ഒന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ഇത്രയും കുട്ടികളെ ഇവിടെ അഡ്മിഷൻ എടുത്തില്ല? നിങ്ങൾ ഇവിടെ ടി സി ഇങ്ങോട്ട് വന്നതല്ലേ? അതിന്റെ ലിസ്റ്റ് ഇവിടെ കാണുമല്ലോ. അത് ഞങ്ങളത് കാണിച്ചാ. ഇല്ലെങ്കിൽ അവര് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടാന്ന് അവര് റിക്വസ്റ്റ് ചെയ്ത് അത് ഞങ്ങളെ കാണിച്ചാ. ഞങ്ങൾ പോകാൻ പ്രശ്നമില്ല.
അതല്ലാതെ നിങ്ങൾക്ക് ഒരു മതമുണ്ട്, നിങ്ങൾ ആ മതത്തിന്റെ പേരിൽ ഇത്രയും കുട്ടികളെ ഇവിടുന്ന് മാറ്റിയത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഞങ്ങൾ അതിന്റെ വ്യക്തമായ കാരണം അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതിനി നിങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മറുപടി കേൾക്കാൻ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. അതിനൊക്കെ മറുപടി അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഒരു അധ്യാപകനെ കഴിച്ചവര് അവിടെ ഉണ്ട്, ആ ടീച്ചർ അവിടെ ഉണ്ട്. ആ ടീച്ചറിനെ പോയി കണ്ടു നോക്ക്. ഈ അധ്യാപിക എന്ന് പറയാൻ പോലും ഇത് അറിയാറല്ല. നിങ്ങളടുത്ത് ഞങ്ങൾ ഇത്രയും നേരം എങ്ങനെ ടീച്ചറെ വിളിക്കും നിങ്ങൾ സസ്പെൻഷനിൽ പോയത് എന്തിനായിരുന്നു? 4 പ്രാവശ്യം സസ്പെൻഷനിൽ പോയത് എന്തിനായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാത്തോണ്ടല്ലേ? ആണോ? നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു സമുദായത്തിലുള്ള കുട്ടികളോട് പ്രശ്നമുള്ളത് കൊണ്ട് നിങ്ങളെ ഇവിടെ ആക്കി. ഇവിടെ ഞങ്ങളെല്ലാം എല്ലാവരും എല്ലാ ജാതിയിലുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ ഏത് സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെല്ലാം ഇവിടെ ജാതി മൊത്തത്തിലാണ് ജീവിക്കുന്നത്. അതിനിടയ്ക്ക് ഇവിടെ ഇത്രയും വർഷമായിട്ട് എത്ര വർഷം പഴക്കമുള്ള സ്കൂളായത്? ഇത്രയും വർഷമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് വന്ന് ഒരു അധ്യാപകരെടുത്തോ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികളുടെ അടുത്തോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കേണ്ട അവസരം വന്നിട്ടില്ല ഇതുവരെ. നിങ്ങളൊരു ഒറ്റ ഒരാള്. ഇതിനു മുമ്പ് ഇതുവരെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷയം വന്നത് പുറത്തു വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ കാരണം ഇവിടുത്തെ ടീച്ചർ രാജിവെച്ച് പോയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ടീച്ചർ രാജിവെച്ച് പോയില്ലേ? ഇത്രയും കുട്ടികൾ ഈ സ്ട്രെങ്ത് ഇല്ലാത്ത ഈ സ്കൂളിൽ 10-38 പിള്ളേർ പഠിക്കാൻ വന്നിട്ട് അവരെ അഡ്മിഷൻ ഒരു സമുദായത്തിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തിയത് ശരിയായിട്ടുള്ള നടപടിയാണോ? നിങ്ങൾ പറയുന്നത് നിയമപരമായിട്ടൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല. റീസൺ ഒന്ന് പറ. ഇതാ ഇന്ന കാരണത്താലാണ് ഞാൻ കൊടുക്കാഞ്ഞത് അഡ്മിഷൻ. ആ റീസൺ എന്ന് പറഞ്ഞാൽ അത് പറയാം. ഇത്ര പാടെന്തുവാ ആ റീസൺ പോലും ടീച്ചറിനെ ഇത്രയും കൊടൂര വിഷം നിറഞ്ഞ ഇതിനെയൊക്കെ ടീച്ചറെന്ന് വിളിക്കാൻ പോലും പറ്റില്ല, വിളിക്കത്തില്ല. അവരുടെ ഇരിപ്പ് കണ്ട പരട്ടക്കളവി. കുഴിക്കാലം നീട്ടിയിരിക്കാനുള്ള സമയമാവാറായി. അപ്പോഴും വർഗീയത നിറച്ചു വെച്ചിരിക്കുകയാണ് ഉള്ളില്. നിങ്ങളൊക്കെ എങ്ങനെയാടാ ടീച്ചറായത്? പൈസ കൊടുത്ത് വാങ്ങിച്ചതാ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. ഇതൊക്കെ ടീച്ചറായതിന് കോപ്പാണ് കോപ്പ്. മതം ജാതി സ്പിരിറ്റ് ഈ സാധനമില്ലേ? ഹിന്ദു 10-32 മുസ്ലിം പിള്ളേരെ ഇവർ അഡ്മിഷൻ കൊടുക്കത്തില്ല. കാരണം മുസ്ലിം അവരുടെ മതം അവര് നിസ്കരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വെള്ള തൊപ്പി വെള്ള ഡ്രസ്സ് ഇതൊന്നും പാടില്ല. ഇങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് എന്തൊക്കെയോ ആണ് ഇവര് വെറും വൃത്തികെട്ട സാധനമാണ്. ദയവ് ചെയ്തിട്ട് ഡിസ്മിസ് ചെയ്യുക. പെൻഷൻ പോലും കൊടുക്കില്ല ഈ സാധനങ്ങൾക്ക്. ഇത്തരം സാമാനങ്ങൾ ഇവിടെ നിന്ന് നമ്മളെ രാജ്യത്തിൽ നിന്ന് തന്നെ കടത്തേണ്ടതാണ്. വർഗീയ വിഷം നിറഞ്ഞ സാധനങ്ങൾ, വർഗീയത തുപ്പുന്ന വെറും വൃത്തികെട്ട സാധനങ്ങൾ. ഓക്കെ, ഇതിനെപ്പോലത്തെ സാധനങ്ങൾ കാരണമാണ് ഈ നാട് നന്നാവാത്തത്. ഇതൊക്കെ സ്കൂളിൽ ടീച്ചറായിട്ട് കയറി ഇരുന്ന് പിള്ളേരെ പഠിപ്പിക്കാനാണെങ്കിൽ വളർന്നു വരുന്ന തലമുറയിലെ പിള്ളേർ എങ്ങനെ നന്നാവും? എങ്ങനെ വർഗീയ വിഷം തുപ്പാണ്ട് പിള്ളേർ അടുത്ത തലമുറ നന്നായി വരും? ഇതൊക്കെ ഇങ്ങനെയല്ലേ വേർതിരിച്ച് കാണുന്ന? പണ്ട് കാലഘട്ടത്ത് ഈ പറയുന്ന പോലെ മറ്റേ ജാതിയുടെ വേർതിരിവ് ഉണ്ടായിരുന്ന സമയത്ത് ഉയർന്ന ജാതിയിലുള്ളവന്മാരുടെ മക്കൾ കയറി ബെഞ്ചിരിക്കുമ്പോൾ മറ്റവന്മാർ താഴെ അപ്പുറത്തും തറയിലും കുഴിയിലും ഒക്കെ കിടന്ന ചരിത്രമുണ്ട്. അതിന്റെ മറ്റൊരു വെർഷനാണ് ഇവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത്. ഓക്കെ, അതായത് മുസ്ലിം മതത്തിലുള്ളവരെ നമുക്ക് അടുപ്പിക്കാൻ പാടില്ല, നമ്മൾ അവരെ അകറ്റി നിർത്തണം. ഈ ഒരു വേർതിരിവ് ഇവർ കാണിച്ചു കഴിഞ്ഞാൽ ഇവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ കുട്ടികളടുത്ത് അടക്കം ഇവർ കാണിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നാളെ വളർന്നു വരുന്ന കുട്ടികളടക്കം ആ രീതിയിലേ വളരത്തുള്ളൂ. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ ആ കുട്ടികൾ ഇതൊക്കെയല്ലേ കണ്ടും കേട്ടും വളർന്ന് പഠിച്ചൊക്കെ വരുന്നത്. ഓക്കെ, ഇന്നത്തെ കാലത്ത് നിങ്ങളെയൊക്കെ പോലുള്ള തീട്ടങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ചത്തു തൊലഞ്ഞിവിടുന്നങ്ങ് പോയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഉള്ള കാര്യമാണ്, ഞാൻ സീരിയസ്ലി പറയാം. ഇനി ഒരു മാതാവാണെന്ന് തോന്നുന്നു, അവര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷാകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ജൂൺ 1 പ്രവേശനോത്സവത്തിൽ ചക്കോളി ഭാഗത്തുനിന്ന് ഒരു 10-30 കുട്ടികളും രക്ഷാകർത്താക്കളും TCയും പിന്നെ ആവശ്യമായ രേഖകളും കൊണ്ട് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറേ ആൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അവർ അഡ്മിഷന്റെ സമയം അപ്പം ഞങ്ങൾ തന്നെ അവിടെ നിന്ന് എഴുതി അഡ്മിഷനാക്കി ഓരോരുത്തരെ ഞങ്ങൾ ആ ഓഫീസിന്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക് ഈ തെറസിലെ കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസവും വരും. HM വിളിച്ച് ഓരോരുത്തരടുത്തും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസവും വരുന്ന കുട്ടികളാണ്
സ്കൂളാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെള്ളിയാഴ്ച കാണാം മുടങ്ങുമായിരിക്കും ടീച്ചറെ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷാകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ തെറസിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ അവർ ഒരു ദിവസം പോലും ഞങ്ങളെ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കുട്ടികളെ ഈ PTA-ക്കാരെല്ലാം കൂടെ കൂടിയാണ് ചക്കവള്ളി ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവന്നത്. സ്ക്വാഡ് വർക്ക് ചെയ്താണോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങൾ 2-3 അധ്യാപകരും അത് കഴിഞ്ഞിട്ട് PTA-ക്കാരും കൂടെ കൊണ്ട് എന്റെ ഒരു പോസ്റ്റിന്റെ കാര്യം കൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്. ഈ ടീച്ചറിന് അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല. രാത്രി മുതൽ ഞങ്ങൾ സംസാരിക്കുകയും എടുക്കുകയും ചെയ്തു. ഈ മുസ്ലിം കുഞ്ഞുങ്ങളെന്ന് കണ്ടപ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ഒരു വിഭ്രാന്തി ഉണ്ടായി. അവിടെ അങ്ങ് ആ രക്ഷാകർത്താക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു വിട്ടത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ എടുക്കാതിരിക്കാൻ ഇവിടെ അത്രയും സ്ട്രെങ്ത് ഉണ്ടോ? അത്രയ്ക്ക് കൂടുതൽ 5ാം ക്ലാസ്സിൽ 5 കുട്ടികളെ വന്നിട്ടുള്ളൂ ഈ ഏരിയയിൽ നിന്ന്. അത് വന്നിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനിയന്മാർ മാത്രമാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അത് ഞങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇവിടെ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ടീച്ചറിനെ ഇവിടെ പഠിപ്പിക്കുന്ന ഈ ടീച്ചർ ഉള്ള കാലത്തോളം ഈ കുട്ടികൾ വരത്തില്ല എന്ന് രക്ഷാകർത്താക്കൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി. അപ്പൊ എന്റെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് വിഷയങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഈ 5 കുട്ടികളാണ് 5ാം ക്ലാസ്സിലേക്ക് വന്നത്. ഇത് അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂള്. അപ്പൊ ഈ സ്കൂൾ അൺഎക്കണോമിക് ആവാതിരിക്കാനാണ് ഞങ്ങൾ പരമാവധി കഠിനാധ്വാനം ചെയ്ത് 10-30 കൂടുതൽ കുട്ടികൾ കുറച്ച് TC 19 TC വന്നു കഴിഞ്ഞു. ഞങ്ങളുടെ ഓൺലൈൻ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളവർ അഡ്മിഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് TC വാങ്ങിക്കാൻ ഞങ്ങൾ എഴുതി കൊടുത്ത് TC വാങ്ങിക്കാൻ പോയേക്കുന്ന കുറെ ആൾക്കാർ ബുധനാഴ്ചയ്ക്ക് മുമ്പ് 10-30 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാം. ഓൺലൈൻ വന്ന TC ഒക്കെ എന്താ ചെയ്തത്? അവര് തിരിച്ചുവിട്ട്. സോറി, ഇത് രക്ഷിതാവല്ല, ഒരു സഹ ടീച്ചറാണ്, ഒരു സഹ അധ്യാപികയാണ് ഈ വിഷം തുപ്പുന്ന ഈ വർഗീയ വിഷം നിറഞ്ഞ ഇവരെ കുറിച്ചിട്ട് പറയുന്നത്. ഈ വൃത്തികെട്ട ടീച്ചറാണ്. ഈ ടീച്ചർ അല്ല, സോറി, എനിക്ക് വീണ്ടും തെറ്റ് പറ്റുന്നു. അത് പറഞ്ഞു അത് ഇതായിപ്പോയതാ. ഞാൻ അങ്ങനെ വിളിക്കത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മുസ്ലിം കുട്ടികൾ വെള്ളയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം, വെള്ളിയാഴ്ച അവർ നിസ്കരിക്കാൻ പോയ പ്രശ്നം, മുസ്ലിം കുട്ടികളെ അടുപ്പിച്ച പ്രശ്നം. എന്ത് മടുത്ത മൈൻഡാണ് അവർക്ക്. കൊച്ചു പിള്ളേരുടെ ഇടയിലടക്കം ഈ വർഗീയ വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന ഇമാതിരി തൊട്ടി സാധനങ്ങളെ എൻകൗണ്ടർ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്ത് തന്നെ തുടച്ചു കളയണം ഇമാതിരി വർഗീയ വിഷം നിറഞ്ഞ സാധനങ്ങൾ. സത്യം അതാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ എവിടെ നട ഇതിൻ്റെയൊക്കെ വീട്ടിലെ പിള്ളേരുടെ അവസ്ഥ, അല്ലെ കുടുംബത്തിലുള്ള പിള്ളേരുടെ ഒക്കെ അവസ്ഥ ചിന്തിച്ചു നോക്കി. ഈ ഒരു രീതിയിലാണ് വിഷം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്തരം സാധനങ്ങളെ ഇവിടെ നിന്ന് തുടച്ചു കളയുക, ഇല്ലാണ്ടാക്കുക. ഇതൊന്നും വച്ചേക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂണിഫോം എന്ന് പറയുന്ന സാധനമുണ്ട്. സത്യം പറഞ്ഞാൽ അത് കിട്ടുമ്പോൾ സന്തോഷമാണ്. അല്ലെങ്കിൽ ഡെയിലി ഓരോ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാനൊന്നും അന്നില്ല. ഓക്കെ, അപ്പോൾ യൂണിഫോം കിട്ടുമ്പോൾ സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ മാറി ഇട്ടാൻ പോകണ്ടല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം, ബുധനാഴ്ച എങ്ങാണ്ട് കളർ ഉണ്ടായിരുന്നു, അത് തന്നെ സമാധാനം. ഒരാഴ്ചയിൽ ഒരു ദിവസം കളർ ഇട്ടാതില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും യൂണിഫോം ആകുമ്പോൾ കുഴപ്പമില്ല, 2 ഷർട്ട് കാണും, തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് പോകും. പക്ഷെ ഇന്ന് അവർക്ക് മുസ്ലിം പിള്ളേർ വെള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം, തൊപ്പി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം. എന്ത് മറ്റേടുത്ത സാമാനങ്ങളോടോ നിങ്ങൾ. ഇനി ഇവരുടെ കൊണച്ച ന്യായീകരണമുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ശാസ്താംകോട്ട ഈപ്പൻ മെമ്മോറിയൽ സ്കൂളിലാണ്. കഴിഞ്ഞ ദിവസം അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്ന സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ സംഭവം എന്താണെന്നുള്ളത് നമ്മൾ ഇവിടുത്തെ പ്രഥമ അധ്യാപിക അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്താ ടീച്ചറെ, എന്തായിരുന്നു സംഭവിച്ചത്? ടീച്ചർ ഏതെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിച്ചത്? ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ നിഷേധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്? അത് വ്യാജപരമായിട്ട് കെട്ടിച്ചമച്ച് മനഃപൂർവ്വം ഈ സ്ഥാപനത്തെയും എന്നെയും ആക്ഷേപിക്കാനായിട്ട് ചിലർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാ ടീച്ചർ പറഞ്ഞത്. അഡ്മിഷൻ ഞാൻ നിഷേധിച്ചിട്ടില്ല ഒരു കുട്ടിക്ക് പോലും. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇത് അഡ്മിഷൻ നിഷേധിച്ചായിട്ട് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. ഇവിടെ രാവിലെ ഒരു ചെറിയ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. എന്താണോ അതിന് കാരണം? എന്താണോ നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മുടെ മേലധികാരികളോ അങ്ങനെ ഒഫീഷ്യലായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുമ്പോഴോ കൊടുക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പോൾ അൺഒഫീഷ്യലായിട്ട് നമുക്ക് ആരെങ്കിലും വന്നാൽ നമുക്ക് പ്രതികരിക്കാനുള്ള സമയമില്ല. മാത്രമല്ല ഇന്നത്തെ ദിവസം സിസ് വർക്കിൻ്റെ അതുപോലെ ബന്ധപ്പെട്ട തിരക്കുകൾ എൻ്റെ ഓഫീസ് ജോലികൾ തടസ്സപ്പെടുത്താനായിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നെന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അല്ല, ഇവിടെ ഇപ്പം വന്ന് നമ്മൾ സംസാരിച്ച മിക്ക അധ്യാപകരും ടീച്ചറിനെതിരെയാണ് സംസാരിച്ചത്. അതെന്തുകൊണ്ടായിരിക്കും? അതൊരു പക്ഷേ അവർക്ക് വ്യാജ TC-കൾ വെച്ച് അഡ്മിഷൻ നടത്തി വ്യാജ തസ്തിക സൃഷ്ടിച്ച് അവരുടെ തസ്തിക നിലനിർത്താനുള്ള പലപ്പോഴും അതിന് ഞാൻ എതിർ നിന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണ്. ഗവൺമെന്റിന് സാമ്പത്തിക ബാധ്യത വരുത്തുന്ന യാതൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല.
അപ്പോൾ വ്യാജ ടി സികൾ വെക്കുക, അനധികൃതമായിട്ട് ഹാജർ കൊടുത്ത് കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ അനധികൃതമായിട്ട് ഹാജർ കൊടുത്ത് കൊണ്ടുപോയി തസ്തിക നിലനിർത്തുന്ന ഒരു പ്രവണതയോടെ എനിക്ക് യോജിക്കാനാവില്ല. അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് എന്നോട് വ്യക്തിവൈരാഗ്യമുള്ള അധ്യാപികമാരുമുണ്ട്, അധ്യാപകരുമുണ്ട്. ഇപ്പോഴേ നമ്മളിവിടെ വന്നപ്പം ഒരു അധ്യാപിക പറഞ്ഞത് ടീച്ചർ ആ ടീച്ചറിനെ കടിച്ചു എന്നാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നെ ഒരു മുറിക്കകത്ത് കൂട്ടിയിടാൻ അധ്യാപിക ഉൾപ്പെടെ ചില പാർട്ടിക്കാരോട് ഒത്തുകൊണ്ടിച്ച് ശ്രമിച്ചിട്ടുണ്ട്. വെളിയിൽ നിന്ന് കുറെ പാർട്ടി പ്രവർത്തനം എന്നുള്ള പേരിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ മുറിക്കകത്ത് പൂട്ടിയിടാനും ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ എന്നെ മാനസികമായിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആരെയും ബോധപൂർവം ആരെയും കടിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ ഇവിടെ വന്നപ്പം പറഞ്ഞ ടീച്ചർ കുട്ടികൾക്ക് ഭക്ഷണം കറക്റ്റായിട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല, അത് കറക്റ്റായിട്ടുള്ള ഭക്ഷണ വിതരണം തന്നെ മുടക്കുന്ന ഒരു സമീപനമാണ് ടീച്ചറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം അധികം വരുന്ന ഭക്ഷണം അധികം വരാറുണ്ട്. 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലും ഉൾപ്പെടെ വിശന്നിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. എനിക്ക് ക്ലാസ് മുറിയിലോട്ട് അധികം വന്നാൽ ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ആഹാരം കഴിക്കാറുള്ളൂ. ടീച്ചറെ, സത്യത്തില് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വിഷയം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? കാരണം എന്ന് വെച്ചാൽ മന്ത്രിക്ക് പരാതി പോകുന്നുണ്ട്, ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷന് പരാതി പോകുന്നുണ്ട്, മുഖ്യധാര മാധ്യമങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. എന്തെങ്കിലും ഒന്നും നടക്കാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമോ? മനഃപൂർവ്വം എന്നെ ആക്ഷേപിക്കാനായിട്ടും പിന്നെ ഒരു സ്കൂളിനെതിരെ ഞാൻ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ആക്ഷേപമാണത്. 2026-27 അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് രക്ഷകർത്താക്കൾ കൊണ്ടുതന്ന ആധികാരികമായ രേഖകൾ വെച്ച് അഡ്മിഷൻ നടത്താൻ നിയമപരമായിട്ട് നടത്തേണ്ട അഡ്മിഷനുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചറെ, ഇപ്പൊ ഈ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടികൾ ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ടീച്ചർ ഇവിടെ അഡ്മിഷൻ കൊടുത്ത് ഇവിടെ നിയമപരമായിട്ട് ഒരു അഡ്മിഷൻ പോലും ഇവിടെ നിയമവിരുദ്ധമായിട്ട് നടന്നിട്ടില്ല. ഒരു കുട്ടിയുടെ പോലും അഡ്മിഷൻ നിഷേധിച്ചിട്ടുമില്ല. നിയമപരമായിട്ട് അഡ്മിഷൻ നടക്കേണ്ട രീതിയിൽ അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും 2019-20 മുതൽ ഇന്നേ വരെ ഞാൻ എച്ചമായിട്ടിരുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നടത്തുകയും ചെയ്യും. ടീച്ചറെ, ഇപ്പൊ നമ്മൾ ഈ പാചകം ചെയ്യുന്ന അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചർ കുട്ടികൾക്ക് വേണ്ടത്ര ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കാറില്ല, വേണ്ടത്ര ഭക്ഷണം വിതരണം ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് അവിടുന്ന് ഒരു പരാതി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കേ ഉള്ളൂ ഭക്ഷണമെങ്കിലും 10 വരെയുള്ള കുട്ടികൾക്ക് വിശന്നിരിക്കുന്ന കുട്ടികൾക്കും ഇവിടെ നിന്നാണ് ഭക്ഷണം കൊടുക്കാറുണ്ട്. അധികം വരാറുമുണ്ട്. അധികം വരുന്ന ഭക്ഷണം കുട്ടികൾക്ക് തന്നെ ഞാൻ തന്നെ ക്ലാസ് മുറികളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോഴുള്ള ആ കുട്ടികൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കും, അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ടീച്ചർ പറയുന്നത്. നിയമപരമായിട്ട് ഞാൻ എച്ചമായിട്ടിരിക്കുന്ന സമയത്ത് നിയമപരമായിട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം എങ്ങനെയാണോ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഇത്രയും നാളും നടത്തിയിട്ടുള്ളത്. ഇനിയും അതേ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വന്ന് ആരെങ്കിലും നിയമപരമായിട്ടല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ മുന്നിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എങ്ങനെയാണോ ക്രമീകരിക്കേണ്ടത് ആ രീതിയിൽ വന്നിട്ടുള്ള എല്ലാ അഡ്മിഷനുകളും സർക്കാർ നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ നടത്തും. ഓക്കെ, തീർച്ചയായിട്ടും ടീച്ചർ പറയുന്നത് അത്തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ലെന്നും അത് കെട്ടിച്ചമച്ചത് മാത്രമാണെന്നും ഇനി ഏത് കുട്ടികൾ വന്നാലും നിയമപരമായിട്ട് അഡ്മിഷൻ നൽകാൻ ടീച്ചർ തയ്യാറാണെന്നും ചില വൈരാഗ്യത്തിന്റെ പേരിൽ ടീച്ചറെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ടീച്ചർ. എന്റെ പൊന്നി ടീച്ചറെ, ഇപ്പം കിടന്നങ്ങ് തള്ളി മറിച്ച് ഇത്ര വിവാദമായപ്പോ പതുക്കെ നൈസായിട്ട് എല്ലാം കൂടി പറഞ്ഞിട്ട് ഞാൻ ആരും ഒന്നല്ല അഡ്മിഷൻ കൊടുക്കുമെന്ന് നിങ്ങൾ തള്ളുന്ന കേട്ട് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല നമ്മള്. ആദ്യം ആ പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ ആണുങ്ങളെല്ലാം കൂടി വളഞ്ഞ് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്, അമ്മയ്ക്ക് തുറി പിണ്ടം പോലെ മൂഞ്ചിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക്? നാണമില്ലേ ഈ ഒരു കാലഘട്ടത്തും ഈ വർഗീയ വിഷം നിറഞ്ഞ മനസ്സും കൊണ്ട് നടക്കാനായിട്ട്? ഇനി അല്ല, നിങ്ങൾ ജെന്യുവൻ ആണെങ്കിൽ നിങ്ങൾ തെളിയിക്കും കേട്ടാ. അവിടെ നിങ്ങളെ സഹ അധ്യാപികമാരടക്കം അവിടെയുള്ള ടീച്ചേഴ്സ് അടക്കം നിങ്ങളെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളങ്ങ് താഴ്ത്തി കെട്ടിയിട്ട് അവിടെ മറ്റേ അടുത്ത HM സ്ഥാനത്തിൽ കയറി ഇരിക്കാനായിരിക്കും എല്ലാവർക്കും കൂടി. എൻ്റെ പൊന്നു തള, ഇതൊന്നും തള്ളാതെ. ടീച്ചർ പോലെ ടീച്ചർ ഓപ്പാണ് നിങ്ങളെയൊക്കെ പോലുള്ള ദാനങ്ങൾ കാരണമാണ് ഈ നാട് പൊട്ടിച്ചോറായി ഇങ്ങനെ ഈ കോലത്തിൽ കിടക്കുന്നത്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇമാതിരി സാധനങ്ങൾ എൻകൗണ്ടർ ചെയ്തങ്ങ് തീർത്തുകളെ. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.